അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കിണറ്റിൽ ദിവസങ്ങളോളം താമസിക്കുക. വീണോളം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചില ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കഥ നമ്മൾ പറഞ്ഞു. ഏകാന്തത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇങ്ങനെ കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നുകൊണ്ട് യൂസുഫ് നബിക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥന മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്: യാ കാശിഫ കുല്ലി കർബ വയാ മുജീബ കുല്ലി ദഅവ വയാ ജാബിറ കുല്ലി കസീർ വയാ സാനിയ കുല്ലി വാഹിദ് വയാ മുഅ്നിസ കുല്ലി ഫരീദ് വയാ സാഹിബ കുല്ലി ഗരീബ് വയാ ഷാഹിദ കുല്ലി നജ്വ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക യാ അല്ലാഹ് അസ്അലുക അൻ തജ്അല ലി ഫറജൻ വമഖറജ وأن تجعل ذكرك وحبك في قلبي فلا يكون له هم غيرك وأن تحفظني وترحمني يا أرحم الراحمين എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. നല്ലൊരു പ്രാർത്ഥനയാണ്, നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. യാ കാശിഫ കുല്ലി കർബ, ഇടങ്ങേറുകളൊക്കെ തീർക്കുന്നവനെ, യാ മുജീബ കുല്ലി ദഅവ, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നവനെ, എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കുന്നവനെ, എല്ലാ പൊട്ടിയ ഹൃദയങ്ങളെയും പരിഹരിക്കുന്നവനെ, ഏകാന്തതയ്ക്ക് ഒറ്റക്കിരിക്കുന്നവനക്ക് രണ്ടാമനാകുന്നവനെ, എല്ലാ ഒറ്റയാനിക്കും കൂട്ടാകുന്നവനെ, എല്ലാ അപരിചിതനക്കും കൂട്ടുകാരനാകുന്നവനെ, എല്ലാ രഹസ്യങ്ങൾക്കും സാക്ഷിയാകുന്നവനെ, നീയല്ലാതെ വേറെ ഇലാഹില്ല. സുബ്ഹാനക യാ അല്ലാഹ്, നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൻ തജ്അല ലി ഫറജൻ വമഖറജ, എനിക്ക് ഇവിടുന്ന് രക്ഷാമാർഗം ലഭിക്കണം. അൻ തജ്അല ദിക്റക വഹബ്ബക ഫി ഖൽബി, നിന്നോടുള്ളതായ മഹബ്ബത്തും നിന്നെ പറ്റിയുള്ളതായ സ്മരണയും എന്റെ ഹൃദയത്തിൽ ഇട്ടുതരണം. ഫലാ യകൂനു ലഹു ഹമ്മുൻ ഗൈറുക, അപ്പോൾ നീ അല്ലാത്തൊരു ഹമ്മ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. അൻ തഹ്ഫളനി വതർഹമനി യാ അർഹമർ റഹീമീൻ, നീ എന്നെ സംരക്ഷിക്കുകയും നീ എനിക്ക് കരുണ ചെയ്യുകയും ചെയ്യണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഈ പ്രാർത്ഥന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ മാലാക്കന്മാർ തന്നെ വലയം ചെയ്യുകയായിരുന്നു അത്രേ. വആനസതുഹു ഫിൽ ജുബ്ബി, മലക്കുകൾ വന്നിട്ട് ആ പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂട്ടുകാരനായി നേരം പോക്കാക്കുന്ന ആളായി മാറുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത്തെ ദിവസം, സാധാരണ വരും പോലെ മൂന്നാമത്തെ ദിവസം വന്നു. അങ്ങനെ വന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പല സംഭവങ്ങളും, യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പലതും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വിവരം അറിയിക്കുക. അടിമയാവും, അപരിചിതത്വം ഉണ്ടാകും, അതേപ്രകാരം ജയിലിൽ അടക്കപ്പെടും, പീഡനങ്ങൾ പലതും അനുഭവിക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇസ്സത്ത് ലഭിക്കും, അഭിമാനം ലഭിക്കും, അധികാരം ലഭിക്കും. മാത്രമല്ല സഹോദരങ്ങൾ തൻ്റെ അടുക്കൽ വരും, മാതാപിതാക്കളോടുകൂടെ അവർ തൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടും. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. യൂസുഫ് നബിക്ക് നമ്മൾ വഹ്യ് കൊടുത്തു, തീർച്ചയായും നിങ്ങൾ അവരോട്, സഹോദരങ്ങളോട് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ വിവരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർ ഇതൊന്നും അറിയുകയില്ല. തിരിച്ചറിവില്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ ഒരു ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം: യഹൂദ എന്ന തൻ്റെ മൂത്ത സഹോദരൻ അന്നേ ദിവസം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാ. ആ സമയത്ത് ആ കിണറ്റിന്റെ വക്കിൽ വന്നിട്ട് അതിലേക്കൊന്ന് എത്തി നോക്കി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു: അസ്സലാമു അലൈക യാ യൂസുഫ് അഹയ്യുൻ അൻത അം മയ്യിത്തുൻ. ഓ യൂസുഫേ, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നീ ജീവിച്ചിരിക്കുന്നു അതല്ല നീ മരിച്ചിരിക്കുന്നു. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരമായി കൊണ്ട് പറഞ്ഞു: വഅലൈക സലാം മൻ അൻത, ആരാണ് നീ?
അന്തല്ലദീ റഹിംതനി ഫിൽ ജുബ്ബി, ഈ കിണറ്റിലായിക്കൊണ്ട് എനിക്ക് കരുണ തന്നതായ ആളാണോ താങ്കൾ? വയഹ്വതി ലം യർഹമുനി, എൻ്റെ സഹോദരന്മാർ എനിക്ക് കരുണ ചെയ്തില്ല. അപ്പോൾ യഹൂദ പറഞ്ഞു, ബല അനയ അഹൂക യഹൂദ, ഞാൻ നിൻ്റെതായ കൂട്ടുകാരൻ, എൻ്റെ സഹോദരൻ യഹൂദയാണ്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അവസ്ഥയെപ്പറ്റി വിവരിച്ചു കൊടുത്തു. തനിക്ക് വേണ്ടി അള്ളാഹു തആല തയ്യാർ ചെയ്ത ആ പാറയും അതുപോലെ മാലാക്കന്മാരുടേതായ കൂട്ടും മറ്റുമായിട്ടുള്ളതായ അവിടുന്ന് കിട്ടിയ എല്ലാവിധ അനുഗ്രഹങ്ങളെപ്പറ്റിയും തൻ്റെ സഹോദരൻ യഹൂദയോട് വിവരിച്ചു കൊടുത്തു അത്രേ. അപ്പോൾ യഹൂദ പറഞ്ഞു, നഹ്നു നുരീദു അൻ നർജിയ, ഞങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു, പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഫമാ ഹാജതുക, നിനക്ക് വല്ലതും ഉണ്ടോ, എൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരൻ യഹൂദയോട് പറയാണ്, ഇന്ന ലികുല്ലി മയ്യിത്തിൻ വസിയ്യത്തൻ, ഓ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, ഓ ഏതൊരു മയ്യത്തിനും വസിയത്തുണ്ടാകും. എന്നാൽ വസിയത്തി ഇലൈക, നിന്നോട് എനിക്ക് പറയാനുള്ള വസിയത്ത്, അല്ലാ തറാ ശബാബൻ ഇല്ലാതെ കർത്ത ശബാബി, ഏതൊരു യൗവനത്തിനെ കാണുമ്പോഴും എൻ്റെ യൗവനത്തിനെ ഓർത്തിട്ടല്ലാതെ ഇരിക്കരുത് കേട്ടോ. വലാ സൂറത്തൻ ഹസനത്തൻ ഇല്ലാതെ കർത്ത ഹുസ്നി, ഏതൊരു സൗന്ദര്യത്തെ നീ കാണുമ്പോൾ എൻ്റെ സൗന്ദര്യത്തിനെ ഓർക്കണം കേട്ടോ. വലാ മദ്ലൂമൻ ഇല്ലാതെ കർത്തനി, ഏതൊരു പീഡനം അനുഭവിക്കുന്ന ആളെയും കാണുമ്പോൾ എന്നെപ്പറ്റി നീ ഓർക്കണം കേട്ടോ. വഅസ്അലുക അല്ലാ തുഖ്ബിറ ശൈഖ മിമ്മാ ജറാ അലയ്യ, എനിക്ക് വന്നു പിടിപെട്ട ഈ പ്രയാസങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പിതാവായ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് അങ്ങ് അറിയിക്കരുത് കേട്ടോ. ഫഇന്ന ഖൽബഹു ലാ യതഹമ്മലു ദാലിക, എൻ്റെ പിതാവിന് അതൊന്നും സഹിക്കാൻ സാധ്യമല്ല. ഇത് കേട്ടപ്പോൾ യഹൂദ കരഞ്ഞുപോയി, വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിലിന്റെ ശബ്ദം തൻ്റെ സഹോദരങ്ങൾ, മറ്റുള്ള സഹോദരങ്ങൾ കേട്ടപ്പോൾ അവർ അതാ യഹൂദയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അവരിൽപ്പെട്ട ചിലരോട് പറഞ്ഞു, അന്തലാ തത്റുഖുഹു ഫിൽ ജുബ്ബി, കിണറ്റിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഫനഹനു നർജുമുഹു ബിൽ ഹിജാറത്തി ഫിൽ ജുബ്ബ്, എന്നാൽ ആ കിണറ്റിൽ കിടന്ന് കല്ലുകൊണ്ട് ഞങ്ങൾ എറിയുകയാണ് യൂസുഫിനെ, ഹത്തായമൂത്ത്, അവിടെ കിടന്ന് മരിച്ചോട്ടെ. അപ്പോൾ യഹൂദ ചോദിച്ചു, അലസ്തും ആഹത്തുമൂനി അല്ലാ തഖ്തുലൂഹു, കൊല്ലുകയില്ല എന്ന് നിങ്ങൾ എന്നോട് കരാർ ചെയ്തതല്ലേ? വല്ലാഹി ലഇൻ ഫഅൽതും ദാലിക ലഉഖ്ബിറന്ന അശ്ശൈഖ ബിസുൻഅതികും അല്ലദീ സ്വനഅതുമൂഹ്, നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയെപ്പറ്റി ഞാൻ പിതാവിനോട് പറയും, നിങ്ങൾ അവനെ കൊന്നാൽ എന്ന് യഹൂദ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർ യൂസുഫിനെ കൊല്ലാതെ വിടുകയായിരുന്നു. ശേഷം അവരെല്ലാവരും ഒരാടും കുട്ടിയെ കണ്ടെത്തുകയും അതിനെ തേടിപ്പിടിച്ച് അതിനെ അറുത്ത് അതിൻ്റെതായ രക്തമെടുത്തിട്ട് യൂസുഫിൻ്റെതായ കുപ്പായത്തിൽ പുരട്ടുകയും ചെയ്തു. സാധാരണഗതിയിൽ അവർ വന്നാൽ മഗ്രിബിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള ടൈമിൽ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. പക്ഷെ അന്ന് തിരിച്ചു കുറച്ച് വൈകിപ്പിച്ചു. ഇശായിൻ്റെ സമയം വരെ, അഥവാ വൈകുന്നേര സമയം വരെ വൈകിപ്പിച്ചവർ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ പിതാവിൻ്റെ അടുക്കൽ അവർ വന്നത് കരഞ്ഞുകൊണ്ടാണ്. വന്ന സമയം ഇശായിൻ്റെ സമയത്താണ്, വൈകുന്നേരം മഗ്രിബിൻ്റെ ശേഷം ആകാശത്തിലെ കടുംചുവപ്പൊക്കെ മായുന്ന ആ സമയത്താണ് അവർ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നത്, കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഒരു റിപ്പോർട്ടിൽ കാണാം, അവർ മടങ്ങി വരാൻ സമയമായപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവരെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ആ വാദിയിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന അവസരത്തിൽ അവരുടെ കരച്ചിലാണ് കേട്ടത്. മക്കളുടെ കരച്ചിൽ കേട്ടു. അതല്ല, വീട്ടിൽ തന്നെയായിരുന്നു എന്നും റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അങ്ങനെ അവർ ഈ യാക്കൂബ് നബിയുടെ അടുത്ത് വന്നപ്പോൾ അവർ ശബ്ദം അങ്ങ് വല്ലാതെ ഉയർത്തി, കരച്ചിൽ, പെരുങ്കരച്ചിൽ, സങ്കടല്ലേ, സഹോദരൻ നഷ്ടപ്പെട്ടുകല്ലേ. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ കരച്ചിൽ കേട്ടപ്പോൾ ബോധം കെട്ടു വീണുപോയി. പിന്നീട് ബോധം തെളിഞ്ഞു. അപ്പോൾ ചോദിച്ചു, മാബാലിക്കും, എന്തേ നിങ്ങൾ കരയുന്നത്, എന്താ മക്കളെ സംഭവം പറയൂ. അപ്പോൾ അവർ പറഞ്ഞു, യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئب
വമാ അൻത ബിമുഅ്മിനിൻ ലനാ വലൗ കുന്നാ സ്വാദിഖീൻ. പിതാവേ, ഞങ്ങൾ അതാ തൊട്ട് കളിക്കാനും അല്ലെങ്കിൽ ഓട്ടപ്പന്തയത്തിനും വേണ്ടി അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയൊക്കെ ഞങ്ങളങ്ങനെ പോയി. യൂസുഫിനെ ഞങ്ങളുടെ ചരക്ക് ഞങ്ങളുടെ വസ്തുവകകളെല്ലാം കാക്കാൻ വേണ്ടി യൂസുഫിനെ അതിൻ്റെ സമീപത്ത് നിർത്തിയിരുന്നു. ആ സമയത്താണ് ഒരു ചെന്നായ വന്ന് യൂസുഫിനെ എത്തുന്നത്. എന്നാൽ വമാ അൻത ബിമുഅ്മിനിൻ ലനാ, അങ്ങേക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടാവുകയില്ല. വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും പിതാവേ, നിങ്ങൾക്കിത് വിശ്വാസം വരില്ല. പക്ഷേ സത്യമുണ്ടായത് ഇങ്ങനെയാണ് എന്നവർ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വാർത്തയങ്ങ് കേട്ടപ്പോ ഓഷിയാലഹി, യാക്കൂബ് നബിക്ക് ബോധക്കേടുണ്ടായി, അബോധാവസ്ഥയിലായി. അങ്ങനെ ബോധം കെട്ട് വീണപ്പോ അവർ ഇളക്കി നോക്കി. പക്ഷേ ഫലം യതഹറക്ക്, യാക്കൂബ് നബി ഇളകിയില്ല. അവർ വിളിച്ചു, പക്ഷേ വിളിക്ക് ഉത്തരം കിട്ടിയില്ല. അവർ വെള്ളം കുടഞ്ഞു നോക്കി, പക്ഷെ ബോധം തെളിഞ്ഞില്ല. അവർക്ക് ഉറപ്പായി ഫലം യശുക്കു അന്നഹു ഖദ് ഫാറഖ ദുനിയാ, പിതാവ് അതാ മകന്റെ വേർപാടിൽ നൊന്തുകൊണ്ട് അതാ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഇത് യഹൂദ കണ്ടപ്പോ, ഈ രംഗം യഹൂദ കണ്ടപ്പോ യഹൂദ അട്ടഹസിച്ച് നിലവിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വത അൽ വൈലു ലനാ ലയ്യഅനാ അഖാനാ യൂസുഫ വഖതൽനാ അബാനാ യാഖൂബ. അല്ല പ്രിയപ്പെട്ടതായ സഹോദരങ്ങളെ, നമുക്കാണ് നാശം. നമ്മളെ സഹോദരൻ യൂസുഫിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാലോ പിതാവിന് നമ്മളതായ യാക്കൂബ് നബിയെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്ന് യഹൂദ സങ്കടത്തോടുകൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് നിലവിളിച്ച് പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു തആല നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ഇഹപര വിജയികളിൽ നമ്മെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇതുകൊണ്ടൊക്കെ നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു തആല കാരണമാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.